ഹലോ, വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ്. എല്ലാവർക്കും ടേസ്റ്റി ക്വീൻസിന്റെ അഡ്വാൻസ് ഹാപ്പി ഓണം. ഞങ്ങളുടെ ഓണ വിഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞങ്ങൾ ഈ സപ്പോർട്ടിന്. പിന്നെ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവര് വീഡിയോസ് കാണുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാം അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓണവിഭവം തന്നെയാണ്. ഈ ഓണ സമയത്ത് ഒരുവിധം എല്ലാ വീഡിയോയിലും ഉണ്ടാക്കുന്ന പലഹാരമാണ് ഉണ്ണിയപ്പം. അപ്പൊ ഒരു തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 240 ml മെഷറിംഗ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. അപ്പൊ അങ്ങനെ കുതിർത്ത് വെച്ച പച്ചരിയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്, ശർക്കര ഉരുക്കിയത്. ഒരു 300 ഗ്രാം ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്ത് ഞാനിവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. പിന്നെ ഉണ്ണിയപ്പത്തിന് നമുക്ക് എപ്പോഴും വേണ്ടത് മൈസൂർ പഴമാണ്, അതായത് പാളയംകോടൻ പഴം എന്നൊക്കെ പറയുമല്ലോ. കാരണം മൈസൂർ പഴത്തിന് ഒരു ചെറിയ പുളിരസം ഉണ്ടാവും. അപ്പൊ ആ ഒരു പുളിരസം തട്ടുമ്പോഴാണ്, അങ്ങനത്തെ ആ മാവ് വെച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് തനി നാടൻ ഉണ്ണിയപ്പത്തിന്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഞാനിവിടെ ഒരു 4 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ പഴം എപ്പോഴും നല്ല പഴുത്ത പഴം എടുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്ക് ആ നേരത്തെ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ചേർത്തങ്ങ് അരച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ചിലപ്പോൾ ബാറ്റർ ലൂസായി പോകും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചങ്ങ് അരച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ ഏകദേശം 1 കപ്പ് ശർക്കരപ്പാനി ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ കയ്യിലുള്ള മെഷറിംഗ് കപ്പ് ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതാ 2 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പത്തിന്റെ മാവ് അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് ഫൈനാക്കി അരയ്ക്കരുത്. നമ്മളൊരു ചെറിയ തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ മാവ് കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം, ചെറിയ തരി കാണാം. ഇതുപോലെ ചെറിയ തരിയോട് കൂടി വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. പിന്നെ സെക്കൻഡ് ബാച്ച് കൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അതും കൂടി ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ശർക്കരപ്പാനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം ശർക്കരപ്പാനി കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഉണ്ണിയപ്പത്തിന്റെ മാവിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇതുപോലെയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ മധുരം ചെക്ക് ചെയ്ത് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർക്കുക. അതല്ല ഇനിയിപ്പോൾ ബാറ്ററിന് തിക്നെസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്തിട്ട് ബാറ്റർ കൺസിസ്റ്റൻസി ഓക്കെ ആക്കുക. പിന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഏലക്ക പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏതൊരു മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും അതിന്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഒരുപാട് ലൂസ് ആവാനോ തിക്നെസ് കൂടാനോ പാടില്ല. അഥവാ കുറച്ച് തിക്നെസ് കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ആ ബാറ്റർ ഒന്ന് ഓക്കെ ആക്കിയാൽ മതി. പിന്നെ മധുരം നന്നായിട്ട് ചെക്ക് ചെയ്യുക. കുറച്ച് മധുരം മുന്നിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് മാവ് ഫെർമെന്റ് ചെയ്യാൻ വെക്കുകയാണല്ലോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോൾ ആ മധുരം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം മുന്നിൽ നിന്നോട്ടെ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ ഇതൊന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പൊ ഏകദേശം 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നാളികേരക്കൊത്താണ്. ഞാനൊരു 1/4 കപ്പ് നാളികേരക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ നാളികേരക്കൊത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നെയ്യ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഈ നെയ്യോട് കൂടി തന്നെയാണ് ആ മാവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് കൂടി ചെല്ലുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ചിലർക്ക് ഈ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നാളികേരം ചെറുവേതായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നാളികേരക്കൊത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ നെയ്യോട് കൂടി തന്നെ നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ കറുത്ത എള്ളി ചേർക്കണമെങ്കിൽ അതുകൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരം ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണം അപ്പം ചുട്ടു തുടങ്ങാനായിട്ട്. അപ്പം എനിക്കിവിടെ മധുരം എല്ലാം ഓക്കെയാണ്. അപ്പം ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടു തുടങ്ങാം. ഞാനിവിടെ ഉണ്ണിയപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഒരിക്കലും അത് നിറച്ചൊഴിക്കരുത് കേട്ടോ.
ഈ ഓണ സമയത്ത് ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന പലഹാരമാണല്ലോ നെയ്യപ്പവും ഉണ്ണിയപ്പവും ഒക്കെ. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഇതുപോലെ അരച്ച് നമുക്ക് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കാര്യമില്ല. 1 മണിക്കൂറിനുള്ളിൽ അങ്ങ് പെട്ടെന്ന് ചുട്ടെടുക്കാവുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയായിരുന്നു. അതേപോലെ നെയ്യപ്പത്തിന്റെ റെസിപ്പി ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ആ പാനിന്റെ സൈഡിൽ നിന്നെല്ലാം വിട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് ചുട്ടെടുക്കാനായിട്ട്. കാരണം പെട്ടെന്ന് അങ്ങ് വിട്ടു വരുമല്ലോ സൈഡിൽ നിന്നെല്ലാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഉണ്ണിയപ്പത്തിന്റെ കളറൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ഉണ്ണിയപ്പം കൂടി അങ്ങ് ചുട്ടെടുക്കാം. അപ്പൊ നല്ല അടിപൊളി ഉണ്ണിയപ്പോടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.